സൂര്യയുടെ കങ്കുവ എന്ന ചിത്രത്തിന്റെ കഥാസാരിക. കങ്കുവയുടെ കഥ പ്രധാനമായും 2 കാലഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഒന്ന് 1070 AD പുരാതന കാലഘട്ടത്തിലും മറ്റൊന്ന് 2024 ആധുനിക കാലഘട്ടത്തിലും. ആധുനിക കാലഘട്ടം 2024. ഫിലിപ്പീൻസിൽ നിന്നുള്ള സീറ്റ എന്നൊരു കുട്ടിയെ ഒരു അന്താരാഷ്ട്ര ബയോമെഡിക്കൽ സ്ഥാപനത്തിലെ സൈനികർ പിന്തുടരുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. പ്രത്യേക കഴിവുകളുള്ള ഒരു പരീക്ഷണ വസ്തുവാണ് സീറ്റ. ഗോവയിൽ ഫ്രാൻസിസ് തിയോഡ് എന്ന ബൗണ്ടി ഹണ്ടർ ഒരു കൂട്ടം കുറ്റവാളികളെ പിടികൂടുന്നതിനിടെ ആകസ്മികമായി സീറ്റയെ കണ്ടുമുട്ടുന്നു. സീറ്റയെ സംരക്ഷിക്കുന്നതിനായി ഫ്രാൻസിസ് അവനെ തന്റെ കൂടെ കൂട്ടുന്നു. താമസിയാതെ സീറ്റ ഫ്രാൻസിസിനെ 1000 വർഷം മുൻപ് ജീവിച്ചിരുന്ന കങ്കുവ എന്ന യോദ്ധാവായി കാണാൻ തുടങ്ങുന്നു. കുട്ടിയുടെ ഈ സ്വഭാവം ഫ്രാൻസിസിൽ ചില പഴയ ഓർമ്മകൾ ഉണർത്തുകയും താനും സീറ്റയും തമ്മിൽ മുൻജന്മത്തിൽ എന്തോ ബന്ധമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. പുരാതന കാലഘട്ടം 1070 AD. പച്ചി എന്ന ദ്വീപ് സമൂഹത്തിലെ 5 ഗോത്രവർഗങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗം. ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. ഇതിലെ ഒരു ഗോത്രത്തിലെ ശക്തനായ യോദ്ധാവും നേതാവുമാണ് കങ്കുവ. അമ്മയ്ക്ക് നൽകിയ ഒരു വാക്ക് പാലിക്കുന്നതിനായി തന്റെ ഗോത്രത്തിൽ ഒരു കുട്ടിയെ, സീറ്റയുടെ മുൻജന്മം, കങ്കുവ സംരക്ഷിക്കുന്നു. ഈ ദ്വീപുകളിലെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അയൽ ഗോത്രത്തിലെ ക്രൂരനായ നേതാവാണ് ഉധിരൻ. റോമൻ സൈന്യവുമായി സഖ്യമുണ്ടാക്കി ഉധിരൻ കങ്കുവയുടെ ഗോത്രവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. കങ്കുവയും ഉധിരനും തമ്മിലുള്ള ഈ യുദ്ധം വലിയ രക്തച്ചൊരിച്ചിലിനും നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു. 2024 ഫ്രാൻസിസ് 1070 കങ്കുവയുടെ പുനർജന്മമാണ്. സീറ്റയാകട്ടെ കങ്കുവ സംരക്ഷിച്ച കുട്ടിയുടെ പുനർജന്മവും. വാഗ്ദാനം, ദ പ്രോമിസ്. 1000 വർഷം മുൻപ് കങ്കുവ നൽകിയ ഒരു വാഗ്ദാനം പൂർത്തിയാക്കേണ്ട ബാധ്യത ഫ്രാൻസിസിനുണ്ടെന്ന് കഥ മുന്നോട്ട് വയ്ക്കുന്നു. പ്രതികാരം, റിവെഞ്ച്. പുരാതന കാലഘട്ടത്തിലെ വൈരാഗ്യങ്ങളും പ്രതികാരദാഹവും ആധുനിക കാലത്തേക്കും പിന്തുടരുന്നു. മികച്ച വിഷ്വലുകളും വമ്പൻ ആക്ഷൻ രംഗങ്ങളുമുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായാണ് കങ്കുവയെ അണിയിച്ചൊരുക്കിയത്. കഥയുടെ 2ാം ഭാഗത്തിന് സാധ്യത നൽകിക്കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.